ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്ക്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ 3-ാമത്തെ ദിവസമാണ്. കോൺകോഡാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ റൂൾസും പറയും, അതിൻ്റെ എക്സാമ്പിൾസും പറയും. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വാട്ട് ഈസ് കോൺകോഡ്? എന്താണ് കോൺകോഡ്? കോൺകോഡ് മീൻസ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ വെർബ് ഇൻ എ സെൻറ്റൻസ്. ഓക്കെ, ഒരു സെൻറ്റൻസിൽ, ഒരു വാക്യത്തിൽ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് കോൺകോഡ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ന് പറയും മലയാളത്തിൽ, വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. സിംഗുലർ സബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു സിംഗുലർ വെർബ്. അതാണ് നമ്മുടെ റൂൾ 1. എന്താണ് സിംഗുലർ സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഹീ, ഷീ, ഇറ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രോനൗൺസ്. ഓക്കെ, ഇതെല്ലാം സിംഗുലർ ആണ്. ഹീ, ഷീ, ഇറ്റ്, അല്ലേ, അവൻ, അവൾ, അത് സിംഗുലർ ആണെന്ന് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. പിന്നെ മറ്റെന്തൊക്കെയാണ് സിംഗുലർ ആയിട്ട് വരാൻ പറ്റിയ സബ്ജക്റ്റ്? ഒരാളെ കാണിക്കുന്നു, ദ ഡോഗ്, ദ കാറ്റ്, അല്ലെ, ദ മാൻ, ദ ബോയ്, ദ ഗേൾ. ഇതിനെല്ലാം ശേഷം നമ്മൾ കൊടുക്കേണ്ട വെർബ് എന്താണ്? സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹീ വന്നപ്പോൾ റൈറ്റ്സ് എഴുതി, ഡോഗ് വന്നപ്പോൾ നമ്മൾ ബാർക്സ് എന്ന് എഴുതി. ഓക്കെ, അതായത് ഇത് റൈറ്റ് എന്നാണ് അതിൻ്റെ പ്ലൂറൽ ഫോം, ബാർക്ക് എന്നാണ് അതിൻ്റെ പ്ലൂറൽ ഫോം. നമ്മൾ ഹീയും ദ ഡോഗും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ റൈറ്റ്, ബാർക്ക് എന്ന് എഴുതിയത്. ഓക്കെ, ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു പ്ലൂറൽ വെർബ്. നമുക്കറിയാം ഐ, യു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ, നീ എന്നും അർത്ഥമുണ്ട്. എന്നാൽ നിങ്ങളെന്നും യുവിന് പറയാം. അപ്പോൾ യുവിൻ്റെ കൂടെ നമ്മൾ പ്ലൂറൽ ഉപയോഗിക്കുന്നതിൽ നമുക്ക് അത്രയും കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. യു ഹാവ്, യു ആർ ഡൂയിങ് ഇറ്റ് റോങ്, അല്ലെങ്കിൽ യു ആർ ഡൂയിങ് ഇറ്റ് റൈറ്റ് എന്നൊക്കെ പറയുന്നതിന് ഐ ഹാവ് എ പെൻ എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഐയുടെ കൂടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ വെർബാണ്. ഐ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ വെർബാണ്. നമ്മുടെ റൂളിൽ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ദേ എന്ന് വന്നപ്പോൾ നമ്മൾ എന്ത് എഴുതി? റൈറ്റ്, പ്ലൂറലാണ്. വിയും ദയും ഒക്കെ പ്ലൂറലാണെന്നുള്ളതിൽ സംശയമില്ല. ഞങ്ങൾ, അവർ എന്നൊക്കെ പറയുന്നത്. ഡോഗ്സ് ഒന്നിൽ കൂടുതലുണ്ട്, അപ്പോൾ എന്തായി? അത് പ്ലൂറൽ സബ്ജക്റ്റായി. ഇപ്പോൾ പ്ലൂറൽ വെർബായ ബാർക്ക് ഉപയോഗിച്ചു. ഓക്കെ, അവിടെ നമ്മൾ എസ് യു എസ് ഒന്നും ഉപയോഗിച്ചിട്ട് വെർബിനെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഐ ഹാവ്, ഐ റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഹാസും റൈറ്റ്സും ഒന്നും എഴുതായിരുന്നത്? ഐ പ്ലൂറൽ വെർബിനെയാണ് എടുക്കുന്നത്. ഐ സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഞാനെന്നൊരൊറ്റ ആളാണ്, പക്ഷേ പ്ലൂറൽ വെർബിനെയാണ് എടുക്കുന്നത്. ഇതാണ് നമ്മൾ റൂൾ 3. ഐ ആൻഡ് യു ടേക്ക് പ്ലൂറൽ വെർബ്സ്. ഞാൻ, നീ, അല്ലെങ്കിൽ യുവിന് നിങ്ങൾ എന്ന് അർത്ഥമുണ്ട്. നിങ്ങൾ കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ യു എന്ന് തന്നെ പറയും. ഓക്കെ, അപ്പോൾ ഈ നീ എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. ഓക്കെ, ഞാനും നീ എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബ് എടുക്കുകയുള്ളൂ. ഐ റൈറ്റ്, യു നോ. ഓക്കെ, എസ് വെച്ച് നമ്മൾ ഐ റൈറ്റ്സ് എന്ന് പറയില്ല, ഒരിക്കലും പറയില്ല കേട്ടോ, അത് മറന്നു പോകരുത്. ഇനി റൂൾ 4, ആൻഡ് വെച്ച് നമ്മൾ എന്തിനെങ്കിലും 2 സബ്ജക്റ്റുകളെ ജോയിൻ ചെയ്താൽ അത് 2 സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, 2 കാര്യങ്ങൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 ആളുകളെ കാണിക്കുന്നു, അല്ലെങ്കിൽ 2 സബ്ജക്റ്റിനെ കാണിക്കുന്നു എങ്കിൽ അത് പ്ലൂറൽ സബ്ജക്റ്റായിട്ട് എടുത്തിട്ട് നമ്മൾ അതിന് പ്ലൂറൽ വെർബ് കൊടുക്കും. അതായത് രാജു ഒരാളാണ്, രവി ഒരാളാണ്, പക്ഷേ രാജു ആൻഡ് രവി ആൻഡ് ചേർത്തപ്പോൾ അവർ പ്ലൂറൽ സബ്ജക്റ്റായി. മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ, എന്താണ്? എൻ്റെ ബ്രദറും സിസ്റ്ററും 2 പേരായി. അപ്പോൾ 6 വന്നു. രാജു ആൻഡ് രവി, പ്ലേസ് എന്ന് പറയുമോ? ഇല്ല, പ്ലേ. കാരണം എന്താ? 2 പേരുണ്ട്, 2 പേരും ചെയ്യുന്ന കാര്യം. അപ്പോൾ ആൻഡ് ചേർത്ത് വരുമ്പോൾ മോർ ദാൻ 1 പേഴ്സൺ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പ്ലൂറൽ വെർബ് ഇടുക. റൂൾ നമ്പർ 5, ഓർ നോർ മാച്ച് നിയറസ്റ്റ് സബ്ജക്റ്റ്. അതിങ്ങനെ ഓർത്താൽ മതി. ഓർ, ഈതർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതെല്ലാം സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് നോക്കുന്നത് വെർബ് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഈതർ ഓർ ചേർത്ത് കണക്ട് ചെയ്ത 2 സബ്ജക്റ്റ് രാജുവും ഹിസ് ഫ്രണ്ട്സുമാണ്. അതിൽ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന കാര്യത്തിനാണ് നമ്മൾ നോക്കുന്നത്, സബ്ജക്റ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ 6 എന്ന് വന്നു, ഫ്രണ്ട്സ് പ്ലൂറൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈതർ ഓർ, നെയ്തർ നോർ, അല്ലെങ്കിൽ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇതിനാണ് നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇവിടെ നീതർ നോറിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. നീതർ ദ ടീച്ചേഴ്സ് നോർ ദ പ്രിൻസിപ്പൽ. ടീച്ചേഴ്സ് പ്ലൂറലാണ്, പക്ഷേ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുള്ളൂ, ദ പ്രിൻസിപ്പൽ. അതിനുശേഷം നമ്മൾ വെർബ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഈസേ വരുള്ളൂ, കാരണം പ്രിൻസിപ്പൽ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഈതർ രാജു ഓർ ഹിസ് ഫ്രണ്ട്സ് ആർ കമ്മിങ്ങിൽ നമുക്ക് സെക്കൻഡ് സബ്ജക്റ്റിന് നമ്മൾ നോക്കിയിട്ട് ഹിസ് ഫ്രണ്ട്സ് എന്ന് ആയതുകൊണ്ടാണ് നമ്മൾ ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് കൊടുത്തത്. ഓക്കെ, നീതർ ദ ടീച്ചേഴ്സ് നോർ ദ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനുശേഷം ഈസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ ഓർ, ഈതർ ഓർ, നീതർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നെല്ലാം ശേഷം വരുന്ന വെർബ് എപ്പോഴും സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് വേണം കൊടുക്കാൻ. ഓക്കെ, അടുത്തത് നമുക്ക് റൂൾ നമ്പർ 6 നോക്കാം. അത് കളക്റ്റീവ് നൗൺസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദ കമ്മിറ്റി ഒരു കളക്റ്റീവ് നൗണാണ്. ഓക്കെ, ഈ കമ്മിറ്റി ഈസ് എന്നും പറയാം, കമ്മിറ്റി ആർ എന്നും പറയാം. ഓക്കെ, അല്ലെ, ഈസ് മാത്രമാണ് ശരി, ആർ മാത്രമാണ് ശരിയെന്നല്ല. കമ്മിറ്റി ഈസ് പ്ലാനിങ് ദി ഇവൻറ്റ്. ഇപ്പോൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ഒരേ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അവരൊരു പ്ലാൻ ചെയ്യാണ്. പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരേ കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ ഈസ് കൊടുത്തു. അടുത്തതിൽ നമ്മൾ പറയാം കമ്മിറ്റി ആർ എന്ന്. എന്തുകൊണ്ടാണ്? അവർ ആർഗ്യൂ ചെയ്യുകയാണ്. ആർഗ്യൂ എന്ന് പറഞ്ഞാൽ അവർ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരിക്കും.
ഓക്കെ, അപ്പോൾ അവരൊരു ഡിവൈഡഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അവർ തങ്ങളുടെ ഇടയിൽ തന്നെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വേറിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കമ്മിറ്റീനെ ഓരോ മെമ്പറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ 6 കൊടുക്കുന്നത്. അപ്പോൾ ആർഗ്യൂ വന്നപ്പോൾ 6ആയി, പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഈസായി. അപ്പോൾ നമ്മൾ വിചാരിക്കും പീപ്പിളും പോലീസും അല്ല ഇതുപോലെ നമ്മൾ സിംഗുലറായിട്ട് കണക്കാക്കണം. അല്ല, പീപ്പിൾ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ പ്ലൂറലാണ് എപ്പോഴും. പോലീസ് ഹാവ്, ഓക്കെ, പീപ്പിൾ ഹാവ്, നോട്ട് ഹാസ് നമ്മൾ ഇതിനൊന്നും ഉപയോഗിക്കില്ല, ഈസും ഉപയോഗിക്കില്ല കേട്ടോ. അടുത്തത് റൂൾ നമ്പർ 7, അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗൺ എന്താ? നമുക്ക് എണ്ണാൻ പറ്റാത്തത്. വാട്ടർ, മണി, മിൽക്ക്, ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റുകൾ നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല. ഈ നൗണുകളൊന്നും നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല. ഇതാണ് അൺകൗണ്ടബിൾ നൗൺ. ഇതിൻ്റെ എല്ലാം ശേഷം സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കൂ. ഗോൾഡ് ഈസേന്നേ പറയുള്ളൂ, പ്രഷ്യസ് മെറ്റൽ. അല്ലാതെ ഗോൾഡ് ആർ എന്ന് പറയൂല, ഗോൾഡ്സ് എന്ന് പറയില്ല, വാട്ടേഴ്സ് എന്ന് പറയില്ല. അപ്പോൾ അൺകൗണ്ടബിളിന് ശേഷം എസ് വരുമോ ഇല്ല, അതായത് അത് പ്ലൂറൽ ഫോമിൽ നമ്മൾ ഉപയോഗിക്കാനും പറ്റില്ല. അതിനുശേഷം അത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ സിംഗുലർ വെർബേ പറ്റും. അപ്പം നോ പ്ലൂറൽ ഫോം എന്നുള്ളതാണ് അൺകൗണ്ടബിൾ നൗണിൻ്റെ പ്രത്യേകത. മണീസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ സിംഗുലർ വെർബാണ് അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. കാരണം അത് സിംഗുലറായിട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ലഗേജ്, അതിനൊരു മറ്റൊരു എക്സാമ്പിൾ പറയാൻ, ലഗേജ്, ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത് അത് എപ്പോഴും പരീക്ഷയ്ക്കൊക്കെ വന്നാണ്. സീനറീസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സീനറി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അൺകൗണ്ടബിൾ നൗണിന് ശേഷം സിംഗുലർ വെർബാണ്. കാരണം അൺകൗണ്ടബിൾ നൗൺ സിംഗുലറായിട്ടാണ് കൺസിഡർ ചെയ്യുക. റൂൾ നമ്പർ 8, പ്ലൂറൽ ഫോംസ് വിത്ത് സിംഗുലർ മീനിങ്. നമുക്ക് തോന്നും പ്ലൂറലാണോ, എസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പ്ലൂറലാണെന്ന്. എന്താ? മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, ഇക്കണോമിക്സ്, ന്യൂസ്, ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് തോന്നും, എഴുതിയിരിക്കുന്ന കണ്ടാൽ തോന്നുന്നത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാം പ്ലൂറൽ ഫോമിലാണെന്ന്. എന്നല്ല, ഇത് സിംഗുലർ മീനിങ് തന്നെയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സിംഗുലർ വെർബേ വരൂ. മാത്തമാറ്റിക്സ് ഈസ് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്, ന്യൂസ് ഈസ് സ്പ്രെഡിങ് ഫാസ്റ്റ്, ഓക്കെ, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, നാർക്കോട്ടിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഡയലോഗ് ഒന്ന് ഓർത്ത് നോക്കി, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അപ്പോൾ അത് തന്നെ പറഞ്ഞിരിക്കുന്ന ഈസാണ് അതിന് ശേഷം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് തോന്നുകയാണ് പ്ലൂറൽ ഫോമാണെന്ന്, പക്ഷേ സിംഗുലർ മീനിങ് തന്നെ ഉള്ളൊരു വാക്കാണ്. എൻഡിങ് എസ് ആയിപ്പോയി എന്ന് മാത്രം. ഇനി റൂൾ നമ്പർ 9, ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. നൗൺ പ്രോനൗണും നമ്മൾ എടുത്തിട്ടില്ല, അതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ പറയണം. ഓക്കെ, ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് പ്രോനൗൺസ്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റിനെ, മെയിൻ നൗണിനെ റീപ്ലേസ് ചെയ്ത് വരുന്നതാണ് പ്രോനൗൺസ്. അതിൽ നമ്മൾ പേഴ്സണൽ പ്രോനൗൺസ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഒക്കെ ഉണ്ട്. അപ്പം പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഹീ, ഷീറ്റ് ഒക്കെ വരുന്നതാണ് പേഴ്സണൽ പ്രോനൗൺസ്. ഇനി ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ എവ്രി വൺ, സം വൺ, ഫ്യൂ, മെനി, സെവറൽ എന്നൊക്കെ പറയുന്നതാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. അതിൽ സിംഗുലറും ഉണ്ട്, പ്ലൂറൽ ഫോംസും ഉണ്ട്. അപ്പോൾ സിംഗുലർ നന്നായിട്ട് പഠിച്ചിരിക്കും. അപ്പോൾ എവ്രി വൺ, സം വൺ, അങ്ങനെ വൺ വരുന്നത്. പിന്നെ ഈച്ച്, ഈതർ, ഇതെല്ലാം സിംഗുലറാണ്, സിംഗുലർ സബ്ജക്റ്റാണ്. ഓക്കെ, അത് വരുന്നതിൽ സിംഗുലർ സബ്ജക്റ്റായിട്ട് എടുത്തിട്ട് അതിന് സിംഗുലർ വെർബ് കൊടുക്കണം. എവ്രി വൺ എന്ന് പറഞ്ഞാൽ എവ്രി വൺ നമ്മളവിടെ ചേർക്കേണ്ട വെർബ് നോ ആണെങ്കിൽ എവ്രി വൺ നോസ്. കാരണം എന്താ? എവ്രി വൺ എന്ന് പറയുന്നത് സിംഗുലറാണ്. ഇനി പ്ലൂറൽ എന്തൊക്കെയാണ്? ഫ്യൂ, മെനി, സെവറൽ. നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. ഫ്യൂ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒന്നല്ല, കുറച്ച് പേരുണ്ട്. ഓക്കെ, മെനി ഒരുപാട് പേരുണ്ട്, സെവറലും അത് തന്നെ അർത്ഥം. അപ്പോൾ അതിന് പ്ലൂറൽ സബ്ജക്റ്റാണ്, അതുകൊണ്ട് മോർ ദാൻ വൺ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, പ്ലൂറൽ വെർബ് ഇടുക. ഓക്കെ, എവ്രി വൺ, സം വൺ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എവ്രി വൺ എല്ലാവരും എന്ന് പറഞ്ഞാലും വൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് സിംഗുലർ വൺ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഈച്ചും ഈതറും അങ്ങനെ തന്നെയാണ്. എല്ലാ സിറ്റുവേഷനിലും ഈച്ചും ഈതറും വരുന്നത് സിംഗുലറായിട്ടാണ് എടുക്കുന്നത്. അടുത്തത് കോമൺ മിസ്റ്റേക്കായിട്ട് നമുക്ക് വരുന്നതാണ് ദ ടീം ആറെന്ന് പറയുകയില്ല, ദ ടീം ഈസ് വിന്നിങ്. ഇപ്പോൾ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് ടീം ഈസ് വിന്നിങ്. പിന്നെ ഈച്ച് ഓഫ് ദ ബോയ്സ് ആറെന്ന് വരില്ല, ഈച്ച് ഓഫ് ദ ബോയ്സ് എന്ന് വരും. ഈച്ച് ഓഫ് ദ ബോയ്സ് ആറെന്ന് വരില്ല. കാരണം എന്താ? ഈച്ച് നമ്മൾ പറഞ്ഞു, ഈച്ച് ഈതറെല്ലാം ഒരാളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ബോയ്സിൽ ഓരോരുത്തരും, ഈച്ച് ഓഫ് ദ ബോയ്സിൽ ഓരോരുത്തരും. അപ്പോൾ ഒരാളെ വെച്ചിട്ടാണ് പറയുന്നത്, അവർ ഓരോ ആളും റെഡിയാവുന്നു. അപ്പോൾ ഈസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഡാഷ് ഓൺ ദ ഡെസ്ക്. ഇതിലെന്താണ് സബ്ജക്റ്റ് എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഐറ്റംസിൻ്റെ ലിസ്റ്റ് എഴുതി വെച്ചാൽ അത് ആ ഓരോ ഐറ്റംസ് ഓരോ പേപ്പറിലാണോ? അല്ല, എല്ലാം കൂടെ ഒറ്റ ലിസ്റ്റാണ്. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഐറ്റംസ് അല്ല സബ്ജക്റ്റ്, ലിസ്റ്റാണ്. ഐറ്റംസ് എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റ്. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഈസ് ഓൺ ദ ഡെസ്ക്. ഓക്കെ, നീദർ നോർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുള്ളൂ, ഹിസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ആർ. ദ ന്യൂസ് നമുക്ക് തോന്നും പ്ലൂറലാണെന്ന്, പക്ഷേ അത് സിംഗുലറാണ്, ഈസ്. ദ ന്യൂസ് ഈസ് ഷോക്കിംഗ്. ഇനി എവ്രി വൺ നമ്മൾ പറഞ്ഞു അതൊരു ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണെന്ന് പറഞ്ഞു.
എവ്രി വൺ ഒരു സിംഗുലർ സബ്ജക്റ്റായിട്ട് എടുക്കേണ്ടത്, അതുകൊണ്ട് സിംഗുലർ വെർബ് വേണം. ഈസ് ഇൻവൈറ്റഡ്, എവ്രി വൺ ഈസ് ഇൻവൈറ്റഡ്. അതൊരു ഇൻഡെഫിനിറ്റ് പ്രൊനൗണാന്നൊക്കെ നമ്മൾ പറഞ്ഞു. എവ്രി വൺ, സം വൺ, ഈച്ച്, ഈതർ എല്ലാം. ഓക്കെ, അപ്പോൾ എവ്രി വൺ ഈസ് ഇൻവൈറ്റഡ് കാരണം അത് സിംഗുലറാണ്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി കോൺകോഡിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ കോൺകോഡിൻ്റെ റൂൾ പഠിക്കാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതാണ്. അപ്പോൾ ഇനി തൊട്ട് PYQയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ക്ലാസ്സുമായിട്ടായിരിക്കും അടുത്ത ക്ലാസ് വരിക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. താങ്ക്